125 ദിവസം കഴിഞ്ഞ് അനാഥമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂടി ഒരു ശ്രദ്ധ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ അവരുടെ കൂടി ഉണ്ടാവണം. ആ സ്ഥലം ഇങ്ങനെ കൊട്ടിയടച്ചിട്ടാൽ വേറെ അപകടമൊന്നും ഉണ്ടാകില്ല. പൊതുജനത്തിൻ്റെ പണം അത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ വെച്ച് ഒരു സ്വയം ധാരണ ഉണ്ടാവണം. 30-ാം തീയതി ഞങ്ങളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. നേരത്തെ തെരഞ്ഞെടുപ്പിന് പലതരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. പ്രതിപക്ഷത്തായിരുന്നു പല വേഗത്തിൽ ലിസ്റ്റൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അമാന്തം കാണുന്നുണ്ട് ഈ വിഷയത്തിൽ. സർക്കാർ വന്നിട്ട് ചെറിയ കാലമല്ലേ ആയിട്ടുള്ളൂ. പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ ഞങ്ങൾ പ്രതികരിക്കാം. നേരത്തെ ഞങ്ങളോട് കഠിനവും കർശനവുമായ നിലപാടെടുത്ത് നിങ്ങൾ തന്നെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. ആ ഭൂതക്കണ്ണാടിയൊന്നും ആരും കളഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. പാപ്പീസിൻ്റെ അടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ പിന്നീട് അഭിപ്രായം പറയാം. ഇനിയിപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ആവശ്യപ്പെടേണ്ട എപ്പോഴും ഭരണപക്ഷത്തിനോടല്ലേ. പ്രതിപക്ഷം അതിനാവശ്യമായ നടപടി സഹായം ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഉറപ്പായിട്ടും മേൽനോട്ടം വഹിക്കുകയല്ല, കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. പ്രതിപക്ഷ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടാവും. ഇപ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ ഒഴിവുണ്ട്, കിഫ്കോൺ മാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വേഗം നിയന്ത്രിക്കാൻ സർക്കാർ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഈ നടപടികളൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 125 ദിവസം കഴിഞ്ഞ് അനാഥമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂടി ഒരു ശ്രദ്ധ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ അവരുടെ കൂടി ഉണ്ടാവണം. ആ സ്ഥലം ഇങ്ങനെ കൊട്ടിയടച്ചിട്ടാൽ വേറെ അപകടമൊന്നും ഉണ്ടാകില്ല. എന്നാലും അടുത്ത ജൂലൈ 30 വരാൻ പോവാണ്. നാട്ടിലെ ജനങ്ങളോട് പൊതുജനത്തിൻ്റെ പണം അത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ വെച്ച് ഒരു സ്വയം ധാരണ ഉണ്ടാവണം. 30-ാം തീയതി ഞങ്ങളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. കാരണം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ദിവസമാണ്. വല്ലാത്ത വേദന ഘനീഭവിച്ച് നിൽക്കുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഇത് നമ്മുടെ എല്ലാവരുടെയും കുട്ടിയാണെന്നുള്ളത് കൊണ്ട് ഈ നഗരത്തെക്കുറിച്ച് ഈ ചില ഘട്ടങ്ങളിലുണ്ടല്ലോ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തൊരു വർത്താനം ഭരണപക്ഷത്തൊരു വർത്താനം അതില്ല. ഭരണപക്ഷത്തൊരു വർത്താനം പ്രതിപക്ഷത്തൊരു വർത്താനവും ഇല്ല. ചില ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ചിലതൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ പോലെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഒരേ കാര്യം തന്നെയാണ് പറയുക. അന്നും ഈ നഗരത്തിന് വേണ്ടി നിന്നു, ഇന്നും ഈ നഗരത്തിന് വേണ്ടി നിൽക്കും, എന്നും ഈ നഗരത്തിന് വേണ്ടി നിൽക്കും. ഈ നഗരത്തിൻ്റെ ഡിസൈൻ പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാതെ പോയാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടലുണ്ട്.